friends, welcome to Bits and Bytes Malayalam. Plus 1 computer science students ന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണിത്. കേരള സ്റ്റേറ്റ് സിലബസ് ആണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. So let's get into the video. Chapter 7 Control Statements. അതിൽ നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കായ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അതിൻ്റെ വീഡിയോസ് കാണാത്തവർ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോസ് കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ്. അപ്പോൾ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. എൻട്രി കൺട്രോളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ മാത്രമേ ബോഡി ഓഫ് ലൂപ്പ് എന്ത് ചെയ്യുന്നുള്ളൂ, വർക്ക് ചെയ്യുന്നുള്ളൂ. ഉണ്ടാകുന്ന എലമെൻസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഇനീഷ്യലൈസേഷൻ എലമെൻറ്റ്, ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ എലമെൻറ്റ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ മൂന്ന് എലമെൻസും ഒരേ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഫോർ ലൂപ്പിൽ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ സിൻടാക്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സിൻടാക്സിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം എന്ത് ചെയ്തു, ഫോർ ലൂപ്പ്, ഫോർ എന്ന് പറയുന്ന ഒരു കീവേഡ് വരുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. കൺട്രോൾ വേരിയബിൾ അവിടെ എന്ത് ചെയ്യുന്നു, ആദ്യം ഇനീഷ്യലൈസ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഒരു സെമി കോളൻ വരുന്നു, സെമി കോളൻ കഴിഞ്ഞ് ടെസ്റ്റ് എക്സ്പ്രഷൻ, അതായത് നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെയും ഒരു സെമി കോളൻ വരുന്നു, അത് കഴിഞ്ഞ് എന്താണ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ഇനീഷ്യലൈസേഷനും ടെസ്റ്റ് എക്സ്പ്രഷനും അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റും സെയിം ലൈനിൽ തന്നെയാണ് എന്ത് വരുന്നത്, ഫോർ ലൂപ്പിൽ വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ഫോർ ലൂപ്പ് കഴിഞ്ഞ് എന്താണ്, കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു, അത് കഴിഞ്ഞ് ബോഡി ഓഫ് ലൂപ്പ്, അത് കഴിഞ്ഞ് കേളി ബ്രേസസ് ക്ലോസ് ചെയ്യുന്നു. ഇനി അപ്പോൾ കേളി ബ്രേസസ് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ട് ഒറ്റൊരു ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളൂ എങ്കിൽ, മോർ ദാൻ വൺ ലൈൻ അല്ല, ഒറ്റൊരു ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യാനുള്ളൂ ബോഡി ഓഫ് ലൂപ്പ് എങ്കിൽ നമുക്ക് എന്താണ്, ഈ പറയുന്ന ഓപ്പൺ ആൻഡ് ക്ലോസ് കേളി ബ്രേസസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഈ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് കഴിഞ്ഞ വൈൽ ലൂപ്പിൽ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കിയായിരുന്നു. അതിൽ 1 to 10 ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു അത്. ആ പ്രോഗ്രാം തന്നെ ഫോർ ലൂപ്പിൽ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യാം, അതിൻ്റെ ആ ഫോർ ലൂപ്പും ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഫോർ ലൂപ്പ് നോക്കിക്കേ. ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് ഫോർ എന്ന് പറയുന്ന കീവേഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, n = 1. ഇവിടെ n എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോൾ വേരിയബിളാണ്. ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യണം എന്ന് പറയുന്ന ആ വേരിയബിളാണ് n എന്ന് പറയുന്നത്. n = 1 എന്ന് പറയുന്നത് എന്താണ്, അവിടെ n എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് അവിടെ ഇനീഷ്യലൈസേഷൻ വന്നു, n = 1 എന്ന് പറഞ്ഞ് ഇനീഷ്യലൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇവിടെ സെമി കോളൻ കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്താണ്, ടെസ്റ്റ് എക്സ്പ്രഷനാണ് വന്നിരിക്കുന്നത്. അതായത് n <= 10 ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ n എന്ന് പറയുന്ന വേരിയബിള്, കൺട്രോൾ വേരിയബിള് പിന്നെയും അപ്ഡേറ്റ് ആവുമല്ലോ. അപ്ഡേറ്റ് ആയിട്ട് എവിടെ വരെ പോകാം, 10 വരെ പോകാം. കാരണം എന്താണ്, നമുക്ക് 1 മുതൽ 10 വരെയാണ് പ്രിൻറ്റ് ചെയ്യിപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 10 വരെ പോയാൽ മതി. അപ്പോൾ അതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ടാമത് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെയും എന്താണ്, സെമി കോളൻ വന്നു. അത് കഴിഞ്ഞ് ++n എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോൾ വേരിയബിളാണ്. അതായത് കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യാനാണ്, 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യാനാണ് ++n കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മൂന്നും സെയിം ലൈനിൽ വന്നു. അപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ. അപ്പോൾ ഫോർ ലൂപ്പിൽ n എന്ന് പറയുന്നത് ആദ്യം 1 വെച്ച് ഇനീഷ്യലൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, ഇവിടെ ചെക്ക് ചെയ്യുന്നു, 1 <= 10 ആണോ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നേരെ എന്ത് ചെയ്യുന്നു, ബോഡി ഓഫ് ലൂപ്പിലേക്ക് പോകുന്നു. അത് cout n, അതായത് cout 1 എന്ന് പറയുന്നത് പ്രിൻറ്റ് ചെയ്യുന്നു. പിന്നെയും ഫോർ ലൂപ്പിലേക്ക് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, n അവിടെ അപ്ഡേറ്റ് ആവണം. n എന്ന് പറയുന്ന വാല്യൂ എന്താവും, 2 ആവും. എന്നിട്ട് പിന്നെയും ചെക്ക് ചെയ്യും, 2 <= 10 ആണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. അത് കഴിഞ്ഞ് പിന്നെയും cout n പ്രിൻറ്റ് ചെയ്യും. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ എന്താണ്, 2 ആണ്. അപ്പോൾ 2 പ്രിൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെയും ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ 3 പ്രിൻറ്റ് ചെയ്യും, പിന്നെ 4 പ്രിൻറ്റ് ചെയ്യും. അങ്ങനെ വന്ന് 10 വരെ പ്രിൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെയും എന്നിൻ്റെ വാല്യൂ എന്താ, 11 ആവും. അപ്പോൾ കണ്ടീഷൻ അവിടെ ഫോൾസ് ആവും. 11 <= 10 ആണെന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ കണ്ടീഷൻ അവിടെ എന്താണ്, ഫോൾസ് ആണ്. അപ്പോൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് വരുന്നത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് ഫോർ ലൂപ്പ്. അപ്പോൾ ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ 3 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എത്രയാണ്, 1 × 2 × 3 എത്രയാണത്, 6 ആണല്ലേ. അങ്ങനെയാണ്. ഇനി 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫാക്ടോറിയൽ 1 × 2. 5 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫാക്ടോറിയൽ 5 × 4 × 3 × 2 × 1. അതെന്ന് പറയുന്നത് 120 ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോർ ലൂപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഫാക്ടോറിയൽ നമുക്ക് കണ്ടുപിടിക്കാം.
അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ എന്ന് പറയുന്ന ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വരിക. അതിൽ നമ്മൾ ഫസ്റ്റ് എന്താണ് ഇൻറ്റ് എന്നും ഐയും, എൻ എന്ന് പറയുന്നൊരു വേരിയബിളും ഐ എന്ന് പറയുന്നൊരു വേരിയബിളും നമ്മൾ എന്ത് ചെയ്തു അവിടെ ഡിക്ലെയർ ചെയ്തു. എൻ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ യൂസർ എൻ്റർ ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ. അപ്പോൾ 5ൻ്റെ ഫാക്ടോറിയലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എൻ എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പോൾ ആ ഒരു നമ്പർ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി എൻ എന്ന് പറയുന്ന വേരിയബിളും ഐ എന്ന് പറയുന്ന വേരിയബിൾ നമ്മുടെ കൺട്രോൾ വേരിയബിളാണ്. നമുക്ക് ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞ് ലോങ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ ഫാക്റ്റ് എന്ന് പറയുന്നൊരു വേരിയബിൾ നമ്മൾ എന്ത് ചെയ്തു ഡിക്ലെയർ ചെയ്തു. ഫാക്റ്റ് എന്ന് പറയുന്നൊരു വേരിയബിളാണ്. അതിൻ്റെ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. സോ അതൊന്ന് ഓർത്തിരിക്കുക. ഫാക്റ്റ് ഈക്വൽ ടു 1 ആയിട്ട് നമ്മൾ ഫാക്റ്റ് എന്ന് പറയുന്ന വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്തു. ഇനി അടുത്ത ലൈനിൽ എൻ്റർ ദ നമ്പർ, നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് നമ്പർ എന്ത് ചെയ്യാണ് റിസീവ് ചെയ്യുകയാണ്. യൂസർ ഏത് നമ്പറാണ് എൻ്റർ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പർ 4 ആണെന്ന് വിചാരിക്കുക. 4ൻ്റെ ഫാക്ടോറിയലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പ്രോഗ്രാം പറഞ്ഞു പോകാം. അപ്പോൾ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ എൻ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 4 എന്ന് പറയുന്ന നമ്പർ സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ സീൻ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെന്താണ് ഫോർ ലൂപ്പ്. അപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ഫോർ ലൂപ്പിൽ ഐ ഈക്വൽ ടു 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഐ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ നേരത്തെ ഇവിടെ ഡിക്ലെയർ ചെയ്തായിരുന്നു. ആ ഐ എന്ന് പറയുന്നത് 1 ആയിട്ട് എന്ത് ചെയ്തു ഇനീഷ്യലൈസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഫോർ ലൂപ്പ് ഓരോ പ്രാവശ്യം വർക്ക് ചെയ്യുന്ന ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി പോകാം. അപ്പോൾ ഇവിടെ ഐ എന്ന് പറയുന്ന ഒരു വേരിയബിളുണ്ട്, ഫാക്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ. ഇവർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യം ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നതോറും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ആദ്യം ഐ എന്ന് പറയുന്നത് ഐ ഈക്വൽ ടു 1 ആണ്. ഇപ്പോൾ ആദ്യം ഐയുടെ വാല്യൂ 1 ആണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 4ൻ്റെ ഉള്ളിലുള്ള രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണോ എന്ന്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് ഇപ്പോൾ 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ എൻ എത്രയാണ്, നമ്മുടെ എൻ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ കണ്ടീഷൻ എന്താണ് ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് പോകും. ലൂപ്പിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഫാക്റ്റ് ഈക്വൽ ടു ഫാക്റ്റ് ഇൻറ്റു ഐ. അതായത് ഫാക്റ്റിൻ്റെ വാല്യൂ എത്രയാണ്, ഫാക്റ്റിൻ്റെ വാല്യൂ 1 ആണ്. 1 ഇൻറ്റു ഐയുടെ വാല്യൂവും 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 1, അപ്പോൾ ഫാക്റ്റിൻ്റെ വാല്യൂ എത്രയായി 1 ആയി. ഫാക്റ്റിൻ്റെ വാല്യൂ 1 തന്നെയായി. ഓക്കെ, ഇനി പിന്നെയും എന്ത് ചെയ്യും, നേരെ ഫോർ ലൂപ്പിലേക്ക് കൺട്രോൾ പോകും. ഓക്കെ, കൺട്രോൾ പോയിട്ട് പിന്നെ ഇപ്പോൾ ഐയുടെ വാല്യൂ എന്താകും 2 ആവും. പ്ലസ് ഐ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഐയുടെ വാല്യൂ എന്താകും, രണ്ടാമത്തെ പ്രാവശ്യം ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 2 ആവും. അവിടെ ഇൻക്രിമെൻ്റ് ആവുകയാണ്. നമ്മുടെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവണമല്ലോ. ഐയുടെ വാല്യൂ എന്ത് ചെയ്തു ഇൻക്രിമെൻറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതായത് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണെന്ന്. ഐയുടെ വാല്യൂ എത്രയാണ് 2 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് 4 ആണ്. അപ്പോൾ 4 ആണോ എന്ന് ചെക്ക് ചെയ്തു. കണ്ടീഷൻ എന്താണ് ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഫാക്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ പിന്നെയും അപ്ഡേറ്റ് ആവും. അപ്പോൾ ഫാക്റ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഫാക്റ്റ് ഈക്വൽ ടു ഫാക്റ്റ് ഇൻറ്റു ഐ. ഫാക്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ എത്രയാണ് 2 ആണ്. അപ്പോൾ ഫാക്റ്റ് ഇൻറ്റു ഐ 2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എത്രയാണ് 2 തന്നെ. അപ്പോൾ ഫാക്റ്റിൻ്റെ വാല്യൂ എന്താകും 2 ആയിട്ട് എന്ത് ചെയ്യും മാറും. ഫാക്റ്റ് എന്ന് പറയുന്നത് 2 ആയിട്ട് അപ്ഡേറ്റ് ആയി. പിന്നെയും ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നു. ഐയുടെ വാല്യൂ എത്രയായി 3 ആയി. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണ്. ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. ഫാക്റ്റ് ഈക്വൽ ടു ഫാക്റ്റ് ഇൻറ്റു ഐ. അപ്പോൾ ഫാക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ 2 ആണ്. ഐ എന്ന് പറയുന്നത് 3 ആണ്. 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ് 6 ആണ്. അപ്പോൾ ഫാക്റ്റിൻ്റെ വാല്യൂ എന്താവും 6 ആവും. അത് കഴിഞ്ഞ് പിന്നെയും എന്ത് ചെയ്യും, ഫോർ ലൂപ്പിലേക്ക് പോകും. ഫോർ ലൂപ്പിലേക്ക് പോകുമ്പോൾ പ്ലസ് ഐ ആവുമ്പോൾ ഐയുടെ വാല്യൂ എത്രയാവും 4 ആകും. ഐയുടെ വാല്യൂ 4 ആയിട്ടോ. അപ്പോൾ 4 ആയി. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, പിന്നെയും ചെക്ക് ചെയ്യും. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ 4. അതായത് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ എന്ന് ചെക്ക് ചെയ്യും. കണ്ടീഷൻ എന്താണ് ട്രൂ ആണ്. പിന്നെയും ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കൺട്രോൾ പോയിട്ട് ഫാക്റ്റ് പിന്നെയും കണ്ടുപിടിക്കും. ഇപ്പോൾ ഫാക്റ്റ് ഈക്വൽ ടു ഫാക്റ്റ് ഇൻറ്റു ഐ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഫാക്റ്റിൻ്റെ വാല്യൂ 6 ആണ്. ഐയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ 4 ഇൻറ്റു 6 എത്രയാണ് 24 ആണ്. അപ്പോൾ ഫാക്റ്റിൻ്റെ വാല്യൂ എന്തായി ഇപ്പോൾ 24 ആയി. ഇനി പിന്നെയും ഫോർ ലൂപ്പിലേക്ക് പോകും. ഫോർ ലൂപ്പിലേക്ക് പോകുമ്പോൾ ഐയുടെ വാല്യൂ എത്രയാവും 5 ആവും. അപ്പോൾ ചെക്ക് ചെയ്യും 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണോ എന്ന്. അപ്പോൾ എന്താണ് കണ്ടീഷൻ അവിടെ എന്താകും ഫോൾസ് ആകും അല്ലേ. കണ്ടീഷൻ അവിടെ ഫോൾസ് അല്ലേ. 4നേക്കാളും വലിയ വാല്യൂ ആയി. നമുക്ക് 4 വരെ പോയാൽ മതി. കാരണം നമുക്ക് 4 എന്ന് പറയുന്നത് നമ്പറിൻ്റെ ഫാക്ടോറിയലാണ് വേണ്ടത്.
ഓക്കെ, അപ്പോൾ കണ്ടീഷൻ അവിടെ ഫോൾസായി, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി. ഇനി ഫാക്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യോ? ഇല്ല, കാരണം ഫോർ ലൂപ്പിലെ കണ്ടീഷൻ ഫോൾസായി. പിന്നെ നേരെ കൺട്രോൾ എങ്ങോട്ട് വരും? ഫോർ ലൂപ്പിന് താഴെയുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. ഓക്കെ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫാക്ടോറിയൽ ഓഫ് n ഈസ് ഫാക്റ്റ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിൽ ഇരിക്കുന്ന വാല്യൂ പ്രിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ ഫാക്റ്റ് എന്ന് പറയുന്ന വേരിയബിളാണ് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുന്നത്? പ്രിൻറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഫാക്റ്റിൻ്റെ വാല്യൂ 1 ആണ്, രണ്ടാമത് വർക്ക് ചെയ്യുമ്പോൾ ഫാക്റ്റിൻ്റെ വാല്യൂ 2 ആണ്, മൂന്നാമത് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഫാക്റ്റിൻ്റെ വാല്യൂ 6 ആണ്, നാലാമത് വർക്ക് ചെയ്യുമ്പോൾ 4 വരെ നമുക്ക് പോയാൽ മതി. 4 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫാക്ടോറിയലാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നാലാമത് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഫാക്റ്റിൻ്റെ വാല്യൂ 24 ആണ്. സോ ഫാക്ടോറിയൽ ഓഫ് 4 ഈസ് 24 എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും അവസാനം. ഓക്കെ, തുടർന്നുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും എല്ലാം കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഷെയർ അവർ വീഡിയോസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.